ഇന്നലെ വൈകുന്നേരം 5:05 ബീച്ച് ഫയർ സ്റ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. 5:06 തന്നെ അവിടുന്ന് വണ്ടി പുറപ്പെടുകയും 5:08 സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് എല്ലാ നിലയങ്ങളിലേക്കും പാസ് ചെയ്തു. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും 2 വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ എയർപോർട്ടിലെ ഒരു വാഹനവും ഇങ്ങോട്ട് എത്തിച്ചു. അങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് 10 മണിയോടുകൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെ 5:30 കംപ്ലീറ്റ് ആയിട്ട് അണക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും എക്സിജൻസി വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഹനം ഇവിടെ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. അതാണ് ഫയർ ഫൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു, ഇതില് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലെ ഒറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു അഫർമേഷനായിട്ട് പറയാൻ കഴിയും.